ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരാൾക്ക് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും വിരോധമാണ്. ആരോടാണ് വിരോധം? കൂടുതൽ നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊന്നുമല്ല, എനിക്ക് ബ്ലെസ്സിയോടും ഡോക്ടർ റോബിനോടും വിരോധമാണ്. അതിപ്പോഴും ബിഗ് ബോസ് ഉണ്ടാകുന്ന സമയത്തും ഇപ്പോഴും വിരോധമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമില്ല, സീസൺ 4 മത്സരാർത്ഥിയായ ഡെയ്സി ഡേവിഡാണ്. കഴിഞ്ഞ ദിവസം ഡെയ്സിയോട് ചോദിച്ചപ്പോൾ ഡെയ്സി പറഞ്ഞത് ഇവരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ഇവരുമായിട്ട് മിണ്ടാറുമില്ല, ഇപ്പോഴും ഇവരോട് എനിക്ക് വിരോധമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സീസൺ 4 മത്സരാർത്ഥിയാണ് നോക്കുന്നത്. ഇപ്പോൾ സീസൺ 7 ആകുന്നു. ആ 3 വർഷം കഴിഞ്ഞിട്ടും ഈ കുട്ടി ഈ 2 വ്യക്തികളോട് മാത്രം വിരോധം തോന്നാനുള്ള കാരണം വേറെ ആരോടും ഈ കുട്ടിക്ക് വിരോധമില്ല. ഈ 2 പേരോട് മാത്രമാണ് വിരോധം. നേരത്തെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് സീസൺ ഉണ്ടായിരുന്ന മത്സരാർത്ഥി, സീസൺ 5 സീസൺ 6 മത്സരാർത്ഥി ഇറങ്ങിയതിന് ശേഷം ആരോടും വൈരാഗ്യം കാത്തു സൂക്ഷിച്ചില്ല. ഇപ്പോഴും സീസൺ 6 മത്സരാർത്ഥികൾ എല്ലാവരും ഒരുമിച്ച് നടക്കുക. സീസൺ 5 പറയാൻ പറ്റത്തില്ല, സീസൺ 6 മത്സരാർത്ഥികൾ ഇപ്പോഴും അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവിടെ വെച്ചുണ്ടായിരുന്നതിലും ഇപ്പോഴും പുറത്തിറങ്ങിയ ശേഷം എല്ലാ മത്സരാർത്ഥികളും നല്ല കമ്പനിയായിരുന്നു. അവിടെ വെക്കുമ്പോൾ നമുക്ക് ഗെയിമിന്റെ ഭാഗമാണ്. അപ്പം നമ്മുടെ ക്യാരക്ടറല്ല അവിടെ കാണിക്കുന്നത്. അവിടെ നിലനിൽപ്പിന് വേണ്ടി ആരെ പുറത്താക്കണമെന്നാണ്. അത് ഇപ്പോഴും വൈരാഗ്യം വെച്ചുകൊണ്ട് ബ്ലെസ്സിയോടും ഡോക്ടർ റോബിനോടും ഡെയ്സിക്ക് ഇത്ര വൈരാഗ്യം കാരണം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സൂരജിനെ മാത്രമേ വിളിക്കുള്ളൂ, വേറെ ആരും വിളിക്കില്ല. പിന്നെ റിയാസ് വല്ലപ്പോഴും അവന് വല്ല സങ്കടം ഉണ്ടെങ്കിൽ മൂങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് എന്നെ വിളിക്കും. അത് അവൻ്റെ സങ്കടം പറയാൻ ഒരാൾ, അതിന് മാത്രമേ എന്നെ വിളിക്കുകയുള്ളൂ എന്ന് ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ 2 വ്യക്തികളും ബ്ലെസ്സി ഡോക്ടർ റോബിനും ഡെയ്സിയോട് എന്താണ് ചെയ്തത്? ഡെയ്സിയാണ് അവരോട് കൂടുതലും ബിഗ് ബോസ് സീസൺ 4 വീഡിയോ എടുത്ത് നോക്കിയാൽ ഡെയ്സിയാണ് അവരോട് കൂടുതലും അങ്ങോട്ട് വഴക്കിന് ചെന്നിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോഴും അവരോട് വൈരാഗ്യം കാത്തു സൂക്ഷിച്ച് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഓക്കെ, പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും 3 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും വൈരാഗ്യം എന്ന് പറയുമ്പോൾ എന്താണ്? അതുപോലെ തന്നെ വൈരാഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ ശോഭ വിഷ്ണു. അത് അഖിൽമാരാണോ, അതിപ്പോൾ കേസ് നടക്കുന്നുണ്ട്, അത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതല്ല, ഇത് 3 വർഷമായി, എന്നിട്ടും ഡോക്ടർ റോബിനോടും ബ്ലെസ്സിയോടും മാത്രം വൈരാഗ്യം. വളരെ മോശമായ കാര്യമാണ് ഇതൊക്കെ. നമ്മൾ വൈരാഗ്യപ്പെടേണ്ട സാഹചര്യം അല്ലെങ്കിൽ അതിന് മാത്രം അവരവിടെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നിലനിൽക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അതിൽ കൂടുതൽ ഡെയ്സി അവരെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ബിഗ് ബോസ് ആയിരുന്ന സമയത്ത് ഉള്ള ക്യാരക്ടർ അല്ലല്ലോ, പുറത്തിറങ്ങിയ ശേഷം വേറൊരു ക്യാരക്ടറാണല്ലോ. അതിപ്പോഴും അവരോട് വൈരാഗ്യമുണ്ട് അല്ലെങ്കിൽ വൈരാഗ്യപ്പെടുന്നു, വിരോധിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് തന്നെ കേൾക്കുമ്പോൾ എന്തോ ഇതുപോലെയാണ്. എന്തിനാണ് മറ്റുള്ളവർ ഇങ്ങനെ വൈരാഗ്യവും വിരോധവും ഒക്കെ കൊണ്ടു നടക്കുന്നത് മനസ്സിൽ, വിദ്വേഷമൊക്കെ? ഓക്കെ, ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാവും. അത് ബിഗ് ബോസ് നിലനിൽക്കാൻ വേണ്ടി അതെല്ലാവരും അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര സുഹൃത്തുക്കൾ തമ്മിൽ അവിടെ വെച്ച് തെറ്റി ഇതുണ്ട്. പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും എല്ലാവരും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ 6 മത്സരാർത്ഥികൾ പുറത്തിറങ്ങിയ ശേഷം അവർ ആരുമായിട്ടും ഒരു വഴക്കുമില്ല. എല്ലായിടത്തും ഒരുമിച്ച് പോവുകയും അവരുടെ എല്ലാം കല്യാണത്തിന് എല്ലാവരും വരികയും എല്ലാം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വേണം ഒരു ബിഗ് ബോസ് പോലത്തെ അതൊരു ഷോ അല്ലേ, ഷോ അവിടെ കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരോട് വൈരാഗ്യം കാത്തു സൂക്ഷിക്കേണ്ട മറുപടി എനിക്ക് ചോദിക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്താണ്, സബ്സ്ക്രൈബ്, നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു, ബൈ ബൈ.